അതിനകത്ത് ബീഫ് എന്ന് പ്രയോഗിച്ചത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ്. അതിനകത്ത് രഹിന ഫാത്തിമ ശബരിമലയിൽ കയറി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ചില ഉദ്ദേശത്തോടു കൂടിയാണ്. സുരേന്ദ്രൻ പോലും പറയാത്ത കാര്യമാണ് പ്രേമേന്ദ്രൻ പറയുന്നത്. സ്ത്രീകളെ മല കയറ്റിയത് പൊറോട്ടയും ബീഫും വാങ്ങി നൽകിയിട്ടെന്ന് NK പ്രേമചന്ദ്രൻ നിഷേധിച്ച ബിന്ദു അമ്മിണി. പാലാ ഗസ്റ്റ് ഹൌസ് കോട്ടയം പോലീസ് ക്ലബ്ബായിട്ടും പറഞ്ഞതിൽ ഉറച്ച MP. സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയായതിൽ UDFന്റെ സന്തോഷം എന്തിന്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ CPM-ൽ നിന്ന് ശ്രീ VK സനോജ്, അഡ്വക്കേറ്റ് സോയ ജോസഫ് കോൺഗ്രസിൽ നിന്ന്, BJP-യിൽ നിന്ന് ശ്രീ മനു പ്രസാദ്, നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശ്രീ VK സനോജ്, എന്താണ് ശ്രീ NK പ്രേമചന്ദ്രനുള്ള മറുപടി? NK പ്രേമചന്ദ്രന്റെ പ്രസംഗം, അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ UDF-ലെ മറ്റേതെങ്കിലും നേതാക്കൾ നേരത്തെ ഈ വിഷയം ഉയർന്ന ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നോ? ഒരു കോൺഗ്രസ് നേതാവോ UDF-ൽപ്പെട്ട മറ്റേതെങ്കിലും പാർട്ടിയിലെ നേതാവോ ഉന്നയിക്കാത്ത ഒരു വിഷയം ഇപ്പോൾ എന്തിനാണ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചില പ്രത്യേക പദങ്ങൾ ചേർത്തുകൊണ്ട് പ്രേമേന്ദ്രൻ ഉന്നയിച്ചത്? അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ RSSനേക്കാൾ വിഷം തുപ്പുന്ന ഭാഷയിലാണ് പ്രേമേന്ദ്രൻ പ്രസംഗിച്ചത്. നിങ്ങൾ തന്നെ ഇപ്പോൾ ചാനലിൽ കാണിച്ചിട്ടുള്ള ചില ഭാഗങ്ങൾ, ചില വീഡിയോ കാണിച്ചല്ലോ. അതിനകത്ത് സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ പോലും പറയാത്ത കാര്യമാണ് പ്രേമേന്ദ്രൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം അന്ന് പറയാതിരുന്നത്? ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ ഈ പ്രേമേന്ദ്രൻ്റെ കയ്യിലുണ്ടോ? അങ്ങനെ ഒരു തെളിവും ഹാജരാക്കാൻ പ്രേമേന്ദ്രൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്നും പറയില്ല. ഞാനങ്ങനെ പറഞ്ഞു, അത് ഞാൻ നിഷേധിക്കുന്നില്ല എന്നും അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നും അല്ലാതെ ഞാനന്ന് പറഞ്ഞ കാര്യത്തിന് ഇന്ന കാര്യങ്ങളാണ് അടിസ്ഥാനം, ഇന്ന തെളിവുകളുണ്ട് എന്ന് പറയാൻ പ്രേമേന്ദ്രന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പ്രേമേന്ദ്രൻ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ബീഫ് എന്ന് പ്രയോഗിച്ചത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ്. അതിനകത്ത് രഹിന ഫാത്തിമ ശബരിമലയിൽ കയറി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ചില ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അതിന് പിന്നുള്ള വർഗീയ താല്പര്യമാണ് ഞങ്ങൾ തുറന്നു കാണിച്ചുള്ളത്. അതിന് ഞങ്ങൾ തുറന്നു കാണിക്കും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ 10 വർഷത്തിലേക്ക് കടക്കുന്ന ഒരു ഗവൺമെന്റിനെ, ആ ഗവൺമെന്റിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളും തെളിവുകൾ സഹിതമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡാറ്റയെ മുൻനിർത്തിയിട്ടോ ഉന്നയിക്കാൻ UDF നേതൃത്വത്തിന് കഴിയുന്നില്ല. വികസനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് സർക്കാരിനെതിരായിട്ട് 10 ആളെ കൂട്ടാൻ കഴിയുന്നില്ല. അപ്പൊ നേരത്തെ ഉന്നയിച്ച പല ആരോപണങ്ങളും തകർന്ന് തരിപ്പണമായപ്പോൾ അടുത്ത വഴി അവർ തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് പച്ച വർഗീയതയാണ്. ആ വർഗീയ കാര്യങ്ങൾ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ശബരിമലയെ ഉപയോഗിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നാമജപ യാത്ര നടത്തുന്നു, അതിനുവേണ്ടി വിശ്വാസ സംരക്ഷണ റാലി നടത്തുന്നു. അതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണോ ഇപ്പോൾ ഇവിടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം? കേരള രാഷ്ട്രീയത്തിലെ ഗൗരവമായ പ്രശ്നമാണോ അത്? അപ്പോൾ യാതൊരു വിധത്തിലും തങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ക്ലച്ച് പിടിക്കാതെ വരുമ്പോൾ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. RSS തോറ്റുപോകുന്ന വർഗീയതക്കാണ് ഇപ്പോൾ കേരളത്തിൽ UDFന്റെ നേതൃത്വം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പ്രേമേന്ദ്ര പ്രസംഗത്തിൽ കൂടി, പ്രേമേന്ദ്ര വാക്കുകളിൽ കൂടി ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് പരിക്കേൽക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.